ഒരുപാട് സമയം മൊബൈലിലേക്ക് കഴുത്തു കുനിച്ച് തല മുന്നോട്ടാഞ്ഞ് കമ്പ്യൂട്ടർ സ്ക്രീനിലും മറ്റും നോക്കുന്നവർക്ക് കാണുന്ന ഒരു പ്രശ്നമാണ് കഴുത്തിലെ കൂന് അഥവാ ഫോർവേഡ് ഹെഡ് പോസ്ചർ. ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബിത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഒരുപാട് സമയം ലാപ്ടോപ്പിൻ്റെ മുന്നിലിരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് കാണുന്ന പ്രശ്നമാണ് ഫോർവേഡ് ഹെഡ് പോസ്ചർ അഥവാ കഴുത്തിലെ കൂന്. ഇതിനോടനുബന്ധിച്ച് പലതരം തലവേദനകൾ, കഴുത്തുവേദന, നടുവേദന ഒക്കെ കാണാറുണ്ട്. എന്താണ് ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ? സാധാരണ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ തലയുടെ ഭാരം ഒരു 5 കിലോയാണ് നട്ടലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്നാൽ കഴുത്തൊരു 1 ഇഞ്ച് മുന്നോട്ട് വരുമ്പോൾ ഈ ഭാരം 10 കിലോ ആയിട്ട് കൂടുന്നു. എന്നാൽ കുറച്ചുകൂടെ മുന്നോട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഇതൊരു 15 കിലോ ഭാരമായിട്ട് മാറുന്നു. ഈ അവസരത്തിൽ നട്ടലിന് പലതരത്തിലുള്ള വളവ് വരുന്നു, തോള് പിന്നിലേക്ക് പോകുന്നു, ഇടുപ്പെല്ലുകൾക്ക് ചേഞ്ച് വരുന്നു. ഇതിനനുസരിച്ച് നമ്മുടെ വേർട്ടിബ്രൽ കോളം അഥവാ നട്ടലിൻ്റെ കശേരുക്കൾക്കും അതിൻ്റെ ജോയിൻറ്റുകൾക്കും ഒക്കെ പ്രശ്നമുണ്ടാകുന്നു. എങ്ങനെയാണ് നമ്മളിത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്? ഒരുപാട് സമയം സ്ക്രീനിൻ്റെ മുന്നിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരിയ്ക്കുന്ന പോസ്ചറിനെ പറ്റിയാണ്. ഡോക്ടേഴ്സ് ആയാലും ഇരുന്ന് ജോലി ചെയ്യുന്ന ആരായാലും സിറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പുതിയ അഡിക്ഷനാണ്. സ്മോക്കിങ്ങിനേക്കാൾ ഹാനികരമായിട്ടുള്ളൊരു അഡിക്ഷൻ. ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ മണിക്കൂർ ഇടവിട്ട് ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക. അതൊരു 5 മിനിറ്റ് മതി. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് നിന്ന് മസിൽസൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം, കുനിയുകയും നിവരുകയും ഒക്കെ ചെയ്യാം. അതേപോലെ സ്ക്രീൻ ടൈം ഒരുപാട് കൂടുതലുള്ളവർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും പുറത്തേക്കൊന്ന് നോക്കുക. ഒരു 20 അടി ദൂരത്തേക്ക്, 20 അടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 മീറ്ററാണ്. അങ്ങനെ ഒന്ന് പുറത്തേക്ക് നോക്കി ഒരു 20 സെക്കൻഡ് കണ്ണിനൊരു റെസ്റ്റ് കൊടുക്കുക. ഇതിനെ 20-20-20 റൂൾ എന്ന് പറയുന്നു. അപ്പോൾ കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളവർ ഈ 20-20 റൂൾ പാലിക്കാൻ ഒരു അലാം വയ്ക്കാം. പിന്നെയുള്ളത് നമ്മുടെ കണ്ണിൻ്റെ ലെവലും ലാപ്ടോപ്പ് സ്ക്രീനും തമ്മിലുള്ള ബന്ധമാണ്. ഒരിക്കലും കഴുത്ത് കുനിച്ചു പിടിച്ച് ഈ സ്ക്രീനിലേക്ക് നോക്കേണ്ട അവസ്ഥയുണ്ടാവരുത്. നമ്മുടെ കണ്ണ് നേരെ കമ്പ്യൂട്ടറിലേക്ക് നോക്കുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ചെയറിൻ്റെ ഹൈറ്റും ടേബിളിൻ്റെ ഹൈറ്റും സ്ക്രീനും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇനിയിപ്പോൾ അതല്ല, കമ്പ്യൂട്ടർ സ്ക്രീൻ നമ്മൾ നോക്കുന്നില്ലെങ്കിൽ പോലും ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ചെയർ നടുവേദനയും കഴുത്തുവേദനയും ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. കൈകൾ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്ത് തോൾ ഭാഗവും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ചെയർ തിരഞ്ഞെടുക്കാൻ. നടുവിൻ്റെ താഴ്ഭാഗത്തായിട്ട് എപ്പോഴും ചെയറിലിരിക്കുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് നടുവേദനയും കഴുത്തിൻ്റെ പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള തലവേദനയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ഭാഗത്ത് ചെറിയൊരു സപ്പോർട്ട് വെച്ച് കൊടുക്കാം. അതിനെ ലംബാർ സപ്പോർട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ പോസ്ചറിന് ശരിയാക്കാൻ പറ്റുന്ന നല്ലൊരു ഉപാധിയായിട്ട് അത് മാറും. പിന്നുള്ളത്, ഒരു കസേരയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കാലുകൾ നിലത്ത് സപ്പോർട്ടഡ് ആണെന്ന് എപ്പോഴും ഉറപ്പിക്കുക. പലതരത്തിൽ നമ്മൾ കാല് കയറ്റിയോ മിറുക്കയൊക്കെ വയ്ക്കുമ്പോൾ അതും തികച്ചും തെറ്റായ ഒരു പോസ്ചറിലേക്ക് വഴിതെളിക്കും. കാല് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റ് നിങ്ങൾക്കില്ലെങ്കിൽ മുന്നിൽ ഒരു ചെറിയ സ്റ്റൂളോ എന്തെങ്കിലും വയ്ക്കാം. അതല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന ടേബിളിലോട്ട് തന്നെ കാലെടുത്ത് വെച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ OPയിൽ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തു. എന്നിട്ടും നമ്മുടെ തലവേദനകൾ മാറുന്നില്ല, വൈകിട്ടാകുമ്പോൾ ക്ഷീണിക്കുന്നു, കണ്ണിന് സ്ട്രെയിൻ തോന്നുന്നു. ഇതെല്ലാം പലപ്പോഴും ഈ ഒരു ഫോർവേഡ് ഹെഡ് പോസ്ചർ കൊണ്ടുണ്ടാവുന്നതാണ്. ഹോസ്പിറ്റലുകളിലും ഒക്കെ വെയിറ്റിംഗ് റൂമിൽ ഇപ്പോൾ നമ്മൾ കാണാം, പരസ്പരം സംസാരിക്കുന്നതിന് പകരം എല്ലാവരും സ്വന്തം മൊബൈൽ നോക്കി ടൈപ്പ് ചെയ്തുകൊണ്ടും വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടും ഇരിക്കുവാണ്. ഇതേപോലെ തന്നെയാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ വെയിറ്റിംഗ് റൂമിലും എയർപോർട്ടിലും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളത്. അപ്പോൾ ഈ ഫോർവേഡ് ഹെഡ് പോസ്ചർ കറക്റ്റ് ചെയ്യാന്നുള്ളത് തലവേദനകൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്, നടുവേദനയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. പിന്നെ അപ്രൈറ്റ് പോസ്ചർ ഉള്ളവർക്ക് എപ്പോഴും കോൺഫിഡൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ പോസ്ചർ കറക്റ്റ് ചെയ്യാൻ ഇന്നലത്തെ വീഡിയോയിൽ ഫോർവേഡ് ഹെഡ് പോസ്ചർ ഉണ്ടോ എന്ന് അളന്നു നോക്കാനുള്ള ഒരു സിമ്പിൾ ടെസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതൊന്ന് ചെയ്തു നോക്കി നിങ്ങൾക്ക് എത്രത്തോളം ഫോർവേഡ് ഹെഡ് പോസ്ചർ ഉണ്ട് എന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് ഒന്ന് നോക്കാം.
മറന്നു പോവാതിരിക്കാൻ ഈ എക്സസൈസിന് ടൈറ്റാനിക് എക്സസൈസ് എന്ന് പേര് വിളിക്കാം. ടൈറ്റാനിക് എന്ന സിനിമയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു പോസ്ചറുണ്ട്. ആ പോസ്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ടൈറ്റാനിക് എക്സസൈസ്. ഇത് ചെയ്യാനായിട്ട് ഒരു ഭിത്തിയുടെ മുന്നിൽ നിൽക്കുക. നമുക്കിതിന് ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു ചെറിയ കുഷൻ വേണം. അത് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കുഷനോ അതല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെയൊന്ന് ഒരു 4 ഇഞ്ച് കനത്തിൽ റോൾ ചെയ്തെടുക്കുക. ഒരു ഭിത്തിയുടെ മുന്നിൽ ചെന്ന് കാല് കുറച്ച് മുന്നോട്ടാവുന്ന വിധം വേണം നിൽക്കാൻ. എന്നിട്ട് ഈ കുഷൻ ഒന്നെടുത്ത് നടുവിൻ്റെ തൊട്ട് മുകളിലായിട്ടും തോളിൻ്റെ താഴെയായിട്ടും ഈ കുഷൻ വെക്കുക. കുഷൻ വെച്ച ശേഷം നമ്മുടെ ഇടുപ്പെല്ല് പിന്നിലോട്ടാക്കി ഇടുപ്പിനെ ഭിത്തിയിലേക്ക് അടുപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഇടുപ്പുകൾ ഭിത്തിയിൽ മുട്ടിയിരിക്കുന്നു, കാലിൻ്റെ പാദങ്ങൾ കുറച്ച് മുന്നോട്ടാണ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈകളൊന്ന് നല്ലവണ്ണം ടൈറ്റാനിക് ഷിപ്പിനെ പറ്റി നമുക്ക് ഓർമ്മ വരുമ്പോൾ കാണുന്ന ആ പോസ്ചറിലേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ നല്ലവണ്ണം വിടർത്തി നല്ലൊരു പ്രസ്സും സ്ട്രെച്ചും അവിടെ കൊടുക്കുക. അങ്ങനെ നിന്ന ശേഷം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ തല പിന്നോട്ടെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ തല പിന്നിലേക്ക് ചാരി ഭിത്തിയിൽ മുട്ടിക്കുക. ഇങ്ങനെ ഒരു 10 സെക്കൻഡ് കൃത്യമായിട്ട് അമർത്തിപ്പിടിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്ട്രെച്ച് നമ്മുടെ കഴുത്തിലെ മസിൽസിലും കൈകൾക്കും ചെസ്റ്റിലെ മസിൽസിലും എല്ലാം ഫീൽ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു 10 സെക്കൻഡ് ചെയ്യാം. ഒന്ന് റിലാക്സ് ചെയ്ത് ഇതൊരു 10 തവണ ആവർത്തിക്കുക. അങ്ങനെ ഒരു 10 തവണ ചെയ്യാൻ ഒരു 100 സെക്കൻഡ്. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ തംബ്നെയിലിൽ 100 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ കൂന് കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എക്സസൈസ് കഴിയുന്നതും നമുക്ക് ഫ്രീ ടൈം ഉള്ളപ്പോഴൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫോർവേഡ് ഹെഡ് പോസ്ചറിനോടൊപ്പം തന്നെ നമ്മുടെ നടുവിൻ്റെ വേദനകൾ മാറിക്കിട്ടും. വളരെ ഫ്രഷ് ആയിട്ട് തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ വർക്ക് ചെയ്യാനും സാധിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.